എല്ലാം ഹൈക്കമാൻഡിന് വിട്ടുകൊടുത്തു എന്ന പ്രഖ്യാപനവും നടത്തി നിരീക്ഷകരെല്ലാം പണിമതിയാക്കി ദിവസങ്ങളായെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മാത്രം തീരുമാനമെടുക്കാനുള്ള ഒരു ശക്തിയും മനോബലവും അത് ഹൈക്കമാൻഡിന് തികയുന്നില്ല എന്നുള്ളതാണ് സത്യം. രാജ്യത്തെ കോൺഗ്രസിന് ഇന്ന് ഏറ്റവും വലിയ പിന്തുണ നൽകുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിലും ശക്തരായ കുറച്ചു നേതാക്കളുടെ താവളം എന്നുള്ള നിലയിലും കേരളത്തിലെ കോൺഗ്രസിൻ്റെ തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡും ഭയക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് 100 വട്ടം ആലോചിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി എല്ലാ ചർച്ചകളും കഴിഞ്ഞു 2 ദിവസമായിട്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിനു പകരം ധൈര്യം കിട്ടാതെ വന്നതിനാൽ ഇപ്പോഴിതാ മുൻ KPCC അധ്യക്ഷന്മാരെയെല്ലാം ദില്ലിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ഹൈക്കമാൻഡ്. മുൻ KPCC അധ്യക്ഷന്മാരായ K മുരളീധരൻ, K സുധാകരൻ, MM ഹസൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ എന്നിവരെയാണ് ദില്ലിയിലേക്ക് വിളിപ്പിച്ചത്. നാളെ AICC നേതൃത്വവുമായി ചർച്ച നടത്താനാണ് വിളിപ്പിച്ചതെന്നും കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്നും KC ആണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ ആശങ്കയുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാനുമാണ് മുൻ KPCC അധ്യക്ഷന്മാരെ വിളിപ്പിച്ചിരിക്കുന്നത്. അതായത് ഹൈക്കമാൻഡിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകളിലെല്ലാം തന്നെ KC വേണുഗോപാലിനാണ് നിലവിൽ മുൻതൂക്കമുള്ളത് എന്നും MLA മാരുടെ പിന്തുണയിൽ മുന്നിലുള്ളതിനാൽ മുഖ്യമന്ത്രിയായി KC വേണുഗോപാലിനെ പരിഗണിക്കുന്നുവെന്ന വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെയാണ് മുരളീധരൻ അടക്കമുള്ളവരെ ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നത്. അതോടെ ഈ കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ശക്തിയുടെ യഥാർത്ഥ മനോബലം എല്ലാവർക്കും മനസ്സിലായി. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഭൂരിഭാഗവും ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ മരുഭൂമിയിൽ പെയ്തൊരു മഴ പോലെ കേരളം മാത്രം കയ്യിൽ കിട്ടിയതിൻ്റെ ഒരു ആവേശമുണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രശ്നത്തിൽ അതെല്ലാം തകർന്ന് തരിപ്പണമായി. 1 മാസം മുൻപ് ഒരുമിച്ച് പോയി ഓരോ വീട്ടിലും വോട്ട് പിടിച്ചവർ ഇപ്പോൾ RC എന്നും KC എന്നും VD എന്നും പറഞ്ഞ് തെരുവിൽ തല്ലുകയാണ്. ഈ സാഹചര്യം ഉണ്ടാക്കിയത് മുഴുവൻ നട്ടലില്ലാത്ത ഹൈക്കമാൻഡ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഇത്രയും ശക്തരായ പ്രവർത്തകരുള്ള ഒരു നാട്ടിൽ തീരുമാനമെടുക്കാനുള്ള കെൽപ്പില്ലാത്തത് കൊണ്ട് മാത്രം തമ്മിലടിപ്പിച്ചത് കഷ്ടമായി പോയി. ഏതായാലും ഹൈക്കമാൻഡിന് ധൈര്യം പകരാൻ പഴയ KPCC അധ്യക്ഷന്മാരെ എല്ലാം ഇപ്പോൾ ദില്ലിക്ക് പോവുകയാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ഹൈക്കമാൻഡ് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി കാണുന്നുവെന്നും MLA മാരുടെ കൂടുതൽ പിന്തുണ തന്നെയാണ് അതിന് മാനദണ്ഡമാക്കിയത് എന്നുമുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതുമാത്രമല്ല, അതിനുള്ളൊരു ഫോർമുല എന്നുള്ള രീതിയിൽ എല്ലാവരെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു പട്ടിക തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുന്നു എന്ന തീരുമാനം ഹൈക്കമാൻഡ് അറിയിക്കുന്ന മുറയ്ക്ക് കേരളത്തിൽ ഉണ്ടാകുന്ന വലിയ പ്രതിഷേധങ്ങൾ അതിനെ തണുപ്പിക്കാനാണ് ആദ്യത്തെ ചർച്ച. അപ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാനും അത് സംഭവിച്ചാൽ അതിലേക്ക് എണ്ണ കോരിയൊഴിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും നീക്കങ്ങളും മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് എന്ന് അറിയിക്കുവാനാണ് പഴയ KPCC അധ്യക്ഷന്മാരെ ഇപ്പോൾ ദില്ലിക്ക് വിളിപ്പിച്ചത് എന്നാണ് അറിയുന്നത്. അവർ എത്തിയതിന് ശേഷം ഇനി മാറ്റമുണ്ടാകുമോ എന്നറിയില്ല. എങ്കിലും ഇപ്പോൾ ഈ നിമിഷം ഹൈക്കമാൻഡിൻ്റെ കയ്യിലുള്ള അവർ തയ്യാറാക്കി വെച്ച മന്ത്രിമാരുടെ ഒരു പട്ടിക എന്ന് പറയുന്നത് ഇപ്രകാരമാണ്. അതായത് KC വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രിയാകും. അദ്ദേഹം 6 മാസങ്ങൾക്കുള്ളിൽ ആലപ്പുഴയിൽ നിന്നോ ചിലപ്പോൾ ഇരിക്കൂറിൽ നിന്നോ ജനവിധി തേടാൻ സാധ്യതയുണ്ട്. അതുകഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തരമന്ത്രിയാകാൻ പോകുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശന് ധനകാര്യം നൽകുമെന്നാണ് അറിയുന്നത്. അദ്ദേഹം സ്വീകരിക്കുമെന്നും ഇല്ലെങ്കിൽ സമവായത്തിന് മുൻകൈയെടുക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയും ഈ പോകുന്ന മുൻ KPCC അധ്യക്ഷന്മാരോട് ഹൈക്കമാൻഡ് അഭ്യർത്ഥിക്കും. അതുകൂടാതെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരുപക്ഷെ റവന്യൂവും, K മുരളീധരൻ ആരോഗ്യം, ദേവസ്വം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുമെന്ന വാർത്തകളും പുറത്തു വരുന്നു. കൂടാതെ ചാണ്ടി ഉമ്മൻ, സണ്ണി ജോസഫ്, T സിദ്ദിഖ് തുടങ്ങിയവർ മന്ത്രിമാരായേക്കും എന്നുള്ളത് ഹൈക്കമാൻഡ് തയ്യാറാക്കി വച്ചിരിക്കുന്ന പട്ടികയിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. അതുപോലെ AP അനിൽകുമാറിനോട് സ്പീക്കറാകാൻ ആവശ്യപ്പെടുമെന്നുള്ള സൂചനയും ലഭിച്ചിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ VD സതീശനടക്കമുള്ളവരെ അറിയിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നവും അതുപോലെ കേരളത്തിൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണമെന്ന് അറിയിക്കാനും അതിൻ്റെ വരും വരായികകളെക്കുറിച്ച് ചർച്ച ചെയ്യാനുമാണ് മുൻ KPCC അധ്യക്ഷന്മാരെ വിളിപ്പിച്ചത്. ഇത് ഹൈക്കമാൻഡ് ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അത് നടക്കില്ല എന്ന് മുൻ PCC അധ്യക്ഷന്മാർ ആരെങ്കിലും വാശി പിടിച്ചാൽ ചിലപ്പോൾ ഇതിൽ പുനരാലോചനകൾ ഉണ്ടായേക്കാം.
അല്ലെങ്കിൽ ഹൈക്കമാൻഡ് തീരുമാനവും അംഗീകരിക്കും. സാധാരണ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുകയാണ് ഹൈക്കമാൻഡിൻ്റെ ജോലി. ഇത്തവണ മറ്റു മന്ത്രിമാരെയും അവരുടെ വകുപ്പുകളെയും ഹൈക്കമാൻഡ് ആദ്യം തന്നെ തീരുമാനിക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും പ്രശ്നം തൽക്കാലത്തേക്ക് തീർത്താലും കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകും എന്നുള്ളതാണ് സ്ഥിതിയെങ്കിൽ ആശങ്ക ഇനി 6 മാസം കൂടി തുടരും.